നേരത്തെ നാരങ്ങ അച്ചാറിട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരകത്തിൻ്റെ ഇല കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റിയൊരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ആവശ്യത്തിന് ഉഴുന്നും പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പുപൊടിയും ഇതിന് വേണ്ടുന്ന ചേരുവയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടുകടല നമ്മളെ മിക്സറിനൊക്കെ ചേർക്കുന്ന പൊട്ടുകടലയാണ്. അതൊരു കുറച്ച് മാത്രം എടുത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്ന ആവശ്യത്തിന് ഇഞ്ചി, വറ്റൽമുളക്, അതേപോലെ തന്നെ പുളിയും കായപ്പൊടി, 2 ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും അതേപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയുമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നിൽക്കാനുള്ളത്. എങ്കിലേ അതിന് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നാരകത്തിൻ്റെ ഇലയുടെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ കൊടുത്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായതിനെക്കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൊബൈലിൽ ആ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം വരുമായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂണങ്ങാണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 തേങ്ങ, അതിൽ 1.5 മുറി തേങ്ങയുടെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് മാറ്റി വെക്കുന്ന പൊട്ടുകടല ഉഴുന്ന് ഒരുമിച്ചിട്ടാണ് മൂപ്പിച്ച് മാറ്റി വെക്കുന്നത്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ കല്ലിൽ വെച്ച് ചതച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. എങ്കിലേ അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം പിന്നെ മിക്സിയിൽ നമ്മൾ ജാറിൽ വെച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പേസ്റ്റായിട്ട് പോവേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചേരുവയും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കറ മാറാൻ വേണ്ടിയിട്ട്, പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന ലാസ്റ്റ് നമ്മളിതെല്ലാം ഇറക്കാൻ നേരത്താണ് ഞാൻ ഇതിനകത്ത് പൊട്ടുകടലയും എല്ലാ സാധനങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നാരകത്തിൻ്റെ ഇല ഇല്ല, വലിയ നാരകത്തിൻ്റെ ഇല ഇല്ലെങ്കിൽ ചെറുനാരകത്തിൻ്റെ ഇല ആയാലും മതി. പിന്നെ ഈ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഓരോ ചേരുവയും കാര്യങ്ങളൊക്കെ ഇടുന്നതിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തതാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനും പറ്റത്തില്ല. അതാണ് ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പൊടിച്ചതിന് ശേഷം കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ഒരു ഒച്ചയും ബഹളവും കേൾക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പൊടിക്കുമ്പോഴത്തേക്കും നല്ല തരി പോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ടുള്ള. കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചോറ് കൊണ്ട് പോകാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ നനഞ്ഞ സ്പൂണോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഇടാതിരുന്നാൽ മാത്രം മതി. പിന്നെ പൊട്ടുന്ന കുപ്പിയോ അതേപോലെ തന്നെ ചോറ്റുപാത്രം ഉണങ്ങിയത് നല്ല നനവില്ലാത്ത എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചിരുന്നാലും മതി. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊടുത്ത് വിടാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്ത് വിടാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയോ അതേപോലെ തന്നെ നാരങ്ങ അച്ചാറോ അങ്ങനെയൊന്നും ഇനിയിപ്പോൾ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മരത്തിൻ്റെ മണ്ടയിൽ കൂടെ വേറെ മരങ്ങൾ മുറിച്ചിട്ടപ്പോഴത്തേക്കും നാരകം മൊത്തത്തിൽ ഇല്ലാതായി പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല.